ടോക്സിക് പാർട്ട്നേഴ്സ് തിരിച്ചറിയത്തക്ക വിധം വില്ലന്മാർക്കും വില്ലത്തികൾക്കും ഇടയിൽ കാണത്തില്ല. കാരണം നമ്മളെ ഏറ്റവും മനോഹരമായി അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ടോക്സിക് പാർട്ട്നേഴ്സിനുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു തുടങ്ങിയെന്നിരുന്നോളൂ, ഇതൊരു ടോക്സിക് പാറ്റേൺ ആണോ, എന്നെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ, അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാൽ ആ നിമിഷം തന്നെ ആടിനെ പട്ടിയാക്കുന്ന ഗ്യാസ് ലൈറ്റിങ്ങും അതുപോലെ തന്നെ സത്യങ്ങളെയൊക്കെ വളച്ചൊടിക്കുന്ന തരത്തിൽ മാനിപ്പുലേഷനും കൊണ്ട് ഇവർ വീണ്ടും ഒരു സൈക്കിളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതായത് വീണ്ടും ഒരു ടോക്സിക് സൈക്കിൾ, ഒരുപാട് സ്നേഹം കിട്ടുന്ന അമിതമായിട്ടുള്ള ഇവരുടെ സ്നേഹത്തിൽ നിങ്ങൾ വീണു പോകുന്ന തരത്തിലുള്ള സ്നേഹപ്രകടനം. വീണ്ടും ഇതേ പാറ്റേൺ തന്നെ ആവർത്തിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും എങ്ങനെ നമുക്ക് ഈ വ്യക്തിയെ ടോക്സിക് എന്ന് പറയാൻ കഴിയും എന്ന കൺഫ്യൂഷൻ ഉണ്ടാകും. എന്നാൽ അവരുടെ അടുത്ത് നിങ്ങൾ വളരെയധികം ആങ്ഷ്യസ് ആയാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇമോഷണൽ സേഫ്റ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല. എത്ര കാലം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നറിയില്ല എന്നൊക്കെയുള്ള തോന്നലുണ്ടെങ്കിലും അതും ഒരു ടോക്സിറ്റി തന്നെയാണ്. ഇവരെന്തുകൊണ്ട് വില്ലന്മാർക്കോ അല്ലെങ്കിൽ വില്ലത്തികൾക്കോ ഒന്നും ഇടയിൽ കാണുന്നില്ല? അവർ അങ്ങനെ ഒരു പ്രതിച്ഛായ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു സാധ്യതയും ഇവർ ഇട്ട് തരികയുമില്ല. എന്നാൽ ഗ്യാസ് ലൈറ്റിംഗ്, മാനിപ്പുലേഷൻ, വെർബൽ അബ്യൂസ് ഇതെല്ലാം ചെയ്തതിനു ശേഷം ഇവർ ചെയ്യുന്ന 2-3 തരത്തിലുള്ള കുറെ പ്രവണതകളുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ കുറെ ടൂൾ ഉണ്ട്. ആ ടൂളിലൊക്കെ നിങ്ങൾ വീണ് പോയി കഴിഞ്ഞാൽ ആ ലൂപ്പിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ നിന്നു പോകും. സ്ഥിരമായിട്ട് ആരും വെർബൽ അബ്യൂസ് ചെയ്യില്ല, സ്ഥിരമായിട്ട് ആരും ഫിസിക്കൽ അബ്യൂസ് ചെയ്യില്ല. ഇടയ്ക്ക് കുറച്ച് സമയം നിങ്ങളെ സ്നേഹിക്കും, പക്ഷെ ആ ലൂപ്പിൽ നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.